കഥയുടെ ആരംഭത്തിൽ തന്നെ അതിരാവിലെ മീൻ പിടിക്കാനായിട്ടൊരു മത്സ്യത്തൊഴിലാളി ഒരു പുഴയിലേക്ക് പോയിട്ട് തന്റെ വല വീശുമ്പോഴാണ് ആ ഒരു പുഴയുടെ അരികിലായിട്ടൊരു കാറ് മുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഏതോ ഒരു പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുന്നതും അവളുടെ ഒരു കയ്യിലായിട്ടൊരു ടാറ്റു ഉള്ളതായിട്ടും നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഈ ഒരു കഥയുടെ പേരെഴുതി കാണിക്കുന്നത് ഗ്യാസ് ലൈറ്റ്. അടുത്ത സീനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജകുടുംബത്തിലെ ബർത്ത്ഡേ പാർട്ടിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ രാജഭരണാണെങ്കിൽ ആ ഒരു നാട് ഭരിക്കേണ്ട രാജാവായിട്ടുള്ള രത്തൻ സിംഗിന്റെ മകള് മീശയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീനില് അതേ നാട്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത്. കഥയുടെ ആരംഭത്തില് മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ കയ്യിലെ ടാറ്റു നമ്മൾ കണ്ടിരുന്നില്ലേ? അതേ ടാറ്റുള്ള ഒരു പെൺകുട്ടി കാറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എഴുന്നേൽപ്പിക്കുകയാണ്. അതായത് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ടതും ഇതേ പെൺകുട്ടിയും രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതിനുശേഷം ഒരു ബർത്ത്ഡേ പാർട്ടി കണ്ടിരുന്നില്ലേ? അതിലൊരു മീശ എന്ന രാജകുമാരിയും കണ്ടിരുന്നില്ലേ? അതും നമ്മുടെ ഈ ഒരു മീശ തന്നെയാണ്. അങ്ങനെ മീശയെ കൂട്ടാൻ വന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റിട്ട് മീശയോട് സോറി ചോദിക്കുമ്പോൾ മീശ പറയുന്നുണ്ട്, അല്ല പാടം, നിങ്ങൾ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നത്? നിങ്ങൾ നേരത്തെ എന്നെ പ്രതീക്ഷ വന്നോണ്ടല്ലേ ട്രെയിന് ലേറ്റായി പോയി. നിങ്ങളുടെയോ എന്റെയോ തെറ്റല്ലല്ലോ. അപ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിനക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഓരോ കഥയും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഹീറോയിന് തീരെ തല കനവില്ല. അങ്ങനെ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനൊരു ലെറ്റർ തുറന്ന് വായിക്കുകയാണ്. അതായത് ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന് എഴുതിയതാണ്. ആ ഒരു ലെറ്ററിൽ അച്ഛൻ എഴുതിയിട്ടുള്ളത് ചില ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മുടെ മീശയുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ കണ്ടിരുന്നില്ലേ? അതിനുശേഷം മീശയുടെ പഠനത്തിനായിട്ട് മീശ മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോൾ മീശയുടെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതായത് മീശയുടെ അച്ഛൻ രത്തന് രുക്മിണി എന്നൊരു സ്ത്രീയായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു. ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റാതെ മീശയുടെ അമ്മ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോയതാണ്. ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് ഹീറോയിൻ വരുമ്പോഴാണ് ഒരു കാർ ആക്സിഡന്റിൽ പെട്ടിട്ട് ഹീറോയിന്റെ കാലുകൾ തളർന്ന് ഹീറോയിൻ വീൽ ചെയറിലായി പോകുന്നത്. ഇതിന്റെയൊക്കെ കാരണം തന്റെ അച്ഛനാണെന്നുള്ള ദേഷ്യത്തിലാണ് പിന്നീട് ഈ ഒരു പാലസ് തന്നെ വിട്ടിട്ട് ഹീറോയിൻ നാട് വിട്ട് എന്നേക്കുമായിട്ട് ദൂരേക്ക് പോയത്. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് അച്ഛൻ പലപ്പോഴും തന്റെ മകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവസാനം തന്റെ അച്ഛനോട് ദേഷ്യം കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ അച്ഛനെ കാണാനായിട്ട് വീണ്ടും ഹീറോയിൻ തിരിച്ചു വന്നതാണ്. അങ്ങനെ പാലസിലേക്ക് എത്തിയപ്പോൾ മീശയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച കാണാണ്. അതായത് അവളുടെ അമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് രുക്മിണി എന്ന ആ ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. അതായത് അവളുടെ അച്ഛൻ രത്തൻ നിയമപരമായിട്ട് പിന്നീട് രുക്മിണിയെ കല്യാണം കഴിച്ചതാണ്. അതായത് ഈ ഒരു മുഴുവൻ രാജകൊട്ടാരത്തിന്റെയും രാജ്ഞി അത് ഇപ്പോ രുക്മിണിയാണ്. അങ്ങനെ രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ വലിയൊരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിലെ രാജാവായിട്ടുള്ള രത്തൻ സിംഗ്, അങ്ങേരുടെ പുതിയ ഭാര്യ രുക്മിണി, അതുപോലെ രാജാവിന്റെ ഫേവറേറ്റ് പെറ്റായിട്ടുള്ള ഒരു ഡോഗ്. ഈ ഒരു ഡോഗിനെ കമാൻഡർ എന്നാണ് വിളിക്കുക. ഈ ഒരു കമാൻഡറിന് രത്തൻ സിംഗിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് വെച്ചാല് രത്തൻ സിംഗിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ ഡോഗ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോലും കയറാറില്ല. ആ കാര്യങ്ങളൊക്കെ ഹീറോനോട് രുക്മിണി പറഞ്ഞു കൊടുക്കുമ്പോൾ ഹീറോൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഞാൻ വന്നത് എന്റെ അച്ഛനെ കാണാനല്ലേ, അച്ഛൻ എവിടെ? രുക്മിണി പറയുന്നുണ്ട്, ഇത്രയും വർഷം നീ തിരിച്ചു വരുന്നത് കാത്തിട്ട് തന്നെയാ നിന്റെ അച്ഛനും ജീവിച്ചേ. എന്നാൽ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതാ. കുറച്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വന്നോളൂ. അങ്ങനെ മീശയ്ക്ക് അവളുടെ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ എപ്പോഴാണ് ഇവിടെ വിട്ടുപോയത്, ആ സമയത്ത് റൂം എങ്ങനെ ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, നിന്റെ അച്ഛനാ പറഞ്ഞ എന്റെ മകള് വീട് വിട്ട് പോയതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല. അന്ന് അവള് പോയപ്പോൾ എങ്ങനെയാണ് ഈ റൂം ഉണ്ടായത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനേ. അങ്ങനെ ഹീറോയിനുള്ളിലേക്ക് പോയിട്ട് അവളുടെ ഒരു ഡയറി എടുത്ത് നോക്കുകയാണ്. അതിലെ ചില പിക്ചേഴ്സ് കാണുമ്പോൾ നമ്മുടെ ഹീറോൻ എത്രത്തോളം ത്യാഗം ഈ ഒരു വീട്ടിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആദ്യത്തിലെ മീശയും അവളുടെ അച്ഛനും അമ്മയും ഹാപ്പിയോടുള്ള ഒരു പിക്ചറാണ്. അതിനുശേഷം രാജാവിന്റെ ജീവിതത്തിലേക്ക് രുക്മിണി കടന്നു വരികയാണ്. പിന്നീട് ആ ഒരു വീട്ടിലെ സമാധാന സന്തോഷവും എന്നേക്കുമായിട്ട് കത്തിയമർന്നില്ലാതെയാവാണ്. അതായത് ഹീറോയിൻ ചെറുപ്പകാലത്ത് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ ഓരോ പിക്ചേഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോയിനും രുക്മിണി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുക്മിണി ചോദിക്കുകയാണ്, അല്ല, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് പോലും ഒരു സോഷ്യൽ മീഡിയയിലും നിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റും കണ്ടില്ലല്ലോ. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ പകുതി സന്തോഷമായിരുന്നു എൻ്റെ അമ്മ എന്നെ വിട്ടുപോയില്ലേ. അതിനുശേഷം എൻ്റെ കാലം തളർന്നുപോയി. ജീവിതത്തിലെ 3/4 ഭാഗത്തോളം സന്തോഷം ഇല്ലാതെ എനിക്ക് പിന്നെ എന്തിനാ കുറെ സോഷ്യൽ മീഡിയ. അത് കേട്ടപ്പോൾ രുക്മിണിയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം വരുന്നുണ്ട്. രുക്മിണി പറയുന്നുണ്ട്, മോളെ, ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. നിനക്ക് ചില കാഴ്ചകളെ കാണിച്ചു തരാണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഹീറോയിന്റെ ചെറുപ്പത്തിലെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഇല്ലേ, അതിന്റെ ചില വിഷ്വൽസ് ഒക്കെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ മീശയുടെ അച്ഛൻ ചെറുപ്പത്തിലൊരു മാജിക് കാരനെ പോലെ തൊപ്പി കേട്ടിട്ട് മീശയെ അന്ന് എന്റർടൈൻ ചെയ്തിരുന്നു. രുക്മിണി പറയുന്നുണ്ട്, നിന്റെ അച്ഛന് നിന്നെ എപ്പോഴൊക്കെ മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യോ അപ്പോഴൊക്കെ നിന്റെ ഈ
ഒരു വീഡിയോസാണ് അദ്ദേഹം എടുത്ത് കാണാറ്. പിന്നെ നിന്റെ അച്ഛനെ വിട്ടിട്ട് നീ ഈ നാട് വിട്ട് തന്നെ പോയില്ലേ, അതിനുശേഷം എന്നാണ് എന്റെ മകള് എന്നിലേക്ക് തിരിച്ചു വരാന്ന് ഓരോ ദിവസവും നിനക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നിന്റെ ഓർമ്മയ്ക്കാണ് മീഷ ഫൗണ്ടേഷൻ എന്ന ഒരു ചാരിറ്റി ട്രസ്റ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പല ആളുകൾക്കും പല നല്ല കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ അച്ഛനിപ്പോൾ എവിടെ? രുക്മിണി പറയുന്നുണ്ട്, നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, യാത്രയൊക്കെ ചെയ്ത് വല്ലാതെ ടയർഡായതല്ലേ, നീ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്ക്, ബാക്കി നമുക്ക് നാളെ പറയാം. അങ്ങനെ മീശ ഉറങ്ങാൻ പോകുമ്പോൾ ആരോ അവളുടെ റൂമിന്റെ വാതിൽ തുറക്കാണ്. അവള് പുറത്തു വന്ന് നോക്കുമ്പോൾ മീശയുടെ ചെറുപ്പത്തിൽ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിലെ അവളുടെ അച്ഛൻ ഉപയോഗിച്ചൊരു റെഡ് കളർ സ്കാർഫ് കാണാണ്. ആ ഒരു സ്കാർഫ് നമ്മുടെ ഹീറോനെ എങ്ങോട്ടോ വഴി തെളിക്കുകയാണ്. അപ്പോൾ അതിന്റെ പിന്നാലെ ഹീറോയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചകലെയായിട്ട് ഏതോ ഒരു രൂപം റാന്തൽ വിളക്കം പിടിച്ച് നിൽക്കുകയാണ്. ആ ഒരു രൂപം കാണുമ്പോൾ ഹീറോയിന്റെ ചെറുപ്പത്തിൽ മാജിക് ഫംഗ്ഷനിൽ ഒരു കോട്ട് കെട്ടിട്ട് അവളുടെ അച്ഛൻ നിന്നിരുന്നില്ലേ, ആ ഒരു രൂപവും അതുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ മീശ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത് നിങ്ങളായിരുന്നോ? എന്നാൽ പെട്ടെന്ന് ആ ഒരു രൂപത്തിനെ കാണാതെയാവാണ്. എന്നാൽ ഹീറോയിൻ വീണ്ടും വിടാതെ പിന്നാലെ അച്ഛാ ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞ് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു രാജകൊട്ടാരത്തിന്റെ ഉള്ളറയിൽ ഹീറോയിൻ എത്തുകയാണ്. അതായത് പഴയ കാലത്ത് കൊട്ടാരങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കില്ലേ, അവിടെ ഉള്ളിലായിട്ടൊരു കുളവും കാണുന്നുണ്ട്. ആ ഒരു കുളം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചകലെ വീണ്ടും ആ ഒരു രൂപം ഉള്ളിലേക്ക് റാന്തൽ വിളക്കം പിടിച്ച് പോവാണ്. കുറച്ചകലെ ഒരു സ്ക്രീനിന്റെ പിന്നിലായിട്ട് ആ ഒരു രൂപം നിൽക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത് അച്ഛൻ തന്നെയല്ലേ, ഒന്ന് എന്റെ അടുത്തേക്ക് വരുമോ, എനിക്ക് പേടിയാവുന്നുണ്ട്. അവള് പതിയെ ആ ഒരു സ്ക്രീന് മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പാവയെ കാണാണ്. അപ്പോൾ പിന്നിലൂടെ ആരോ പോകുന്ന പോലെ അവൾ കാണുന്നുണ്ട്. അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ബലൂൺ പാവ പൊട്ടിത്തെറിക്കുകയാണ്. വല്ലാതെ പേടിച്ചുപോയ മീശ ആ ഒരു വീൽ ചെയറിൽ നിന്ന് തെറിച്ച് താഴെ വീണു പോയിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിനെ അവളുടെ കട്ടിലിൽ കിടക്കാണ്. അവളുടെ ചുറ്റുമായിട്ട് രുക്മിണി അതുപോലെ ആ കൊട്ടാരത്തില് ജോലിക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവളെ നോക്കാനൊരു ഡോക്ടർ വന്നിട്ടുണ്ട്. അങ്ങേര് പറയുന്നുണ്ട് ഇവള് എന്തോ കണ്ട് പേടിച്ചതാണ്. അപ്പോൾ മീശ പറയുന്നുണ്ട്, എന്തോ കണ്ടതല്ല, അതെന്റെ അച്ഛന്റെ രൂപം തന്നെയായിരുന്നു, ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതാ. എന്നാൽ രുക്മിണി പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്, നിന്റെ അച്ഛൻ ഇങ്ങനെ ഇവിടെ ഉണ്ടാവുക? അച്ഛൻ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയതല്ലേ? അപ്പോൾ രുക്മിണിയുടെ പിന്നിലായിട്ട് ഒരു ജോലിക്കാരൻ താടിക്കാരൻ നിൽക്കുന്നില്ലേ, ഇവന്റെ പേരാണ് കപില്. രുക്മിണി പറയുന്നുണ്ട്, നീ താഴെ വീണ് കിടക്കുന്നത് ഇവൻ കണ്ടിട്ട് ഇവനാണ് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. കപില് പറയുന്നുണ്ട്, രുക്മിണി മേഡം പറഞ്ഞ സത്യ, ഞാൻ കാണുമ്പോൾ നിങ്ങൾ ബോധമില്ലാതെ താഴെ കിടക്കുകയായിരുന്നു. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, ആ ഒരു കുളത്തിന്റെ അരികിൽ വെച്ചിട്ട് ഞാനൊരു രൂപത്തെ കണ്ടത് സത്യം തന്നെയാണ്. ചിലപ്പോ നിങ്ങൾ പറയുന്ന പോലെ അതെന്റെ അച്ഛനായിരിക്കില്ല, എന്നാലും അവിടെ വേറെ ആരും ഒരാളുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, നിനക്കിപ്പോ അത്രയ്ക്ക് സംശയമാണെങ്കിൽ നമുക്ക് അവിടെ വരെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ആ ഒരു കുളത്തിന്റെ അരികിൽ അവർ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, അല്ല ഞാൻ ശരിക്കും ഈ ഒരു വെള്ളത്തില് എന്തോ ഒരു റിഫ്ലക്ഷൻ കണ്ടതാണ്. അപ്പോൾ അവര് പറയുന്നുണ്ട്, ചിലപ്പോ അത് നിന്റെ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും, നീ ഭയന്നു പോയതുകൊണ്ട് നിനക്ക് തോന്നിയതാവാം, ഈ ഒരു സമയത്തോടെ നിൽക്കണ്ട. അങ്ങനെ ഹീറോയിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടും ഹീറോയിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അവളുടെ കൺമുമ്പില് ആ ഒരു രൂപത്തെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരുണ്ട്, ഇവളുടെ പേര് മീന എന്നാണ്. മീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്കറിയോ എന്റെ അച്ഛൻ എവിടെയാ പോയതെന്ന്? മീന പറയുന്നുണ്ട്, എനിക്കറിയില്ല. കുറച്ചകലെയായിട്ട് മാനേജർ കപ്പിള് നമ്മുടെ രാജാവിന്റെ നായക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ചിലപ്പോ കപ്പിളിന് അറിയായിരിക്കും പറഞ്ഞിട്ട് മീന അവിടെ നിന്ന് പോവാണ്. എന്നാൽ കപ്പിളിനോട് ചോദിക്കുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് രുക്മിണി വന്നിട്ട് ഇന്നത്തെ ഷെഡ്യൂൾ എന്താന്ന് ചെക്ക് ചെയ്തിട്ട്, ആഹാ ഇന്ന് ഒരു ഷൂട്ടിംഗ് ട്രെയിനിങ് ഉണ്ടല്ലോ, നിന്റെ അച്ഛനും ഷൂട്ടിംഗ് വല്ലാതെ ഇഷ്ടമാണ്, നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയാലോ? ഹീറോയിനും അതിന് സമ്മതിക്കാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരുത്തൻ അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് റാണ. ഇവനും ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ്. അപ്പോൾ അവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ എതിരാളി രത്തനെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അങ്ങേര് തൽക്കാലം ഇന്ന് കുറച്ച് ബിസിയാ, നിനക്ക് എതിരാളിയെ കിട്ടിയാ പോരെ, ഇന്ന് നിന്നെ എന്തായാലും കപില് തോൽപ്പിച്ചിരിക്കും. റാണ പറയുന്നുണ്ട്, ആയിക്കോട്ടെ നമുക്ക് നോക്കിക്കളയാം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ വെച്ചൊരു പാർട്ടി നടക്കുന്നുണ്ട്, അന്ന് മറക്കാതെ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരുന്നത്. നമ്മുടെ പോലീസുകാരനെയും റാണ തന്റെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മറ്റു ഭാഗത്ത് നമ്മുടെ കപിലില്ലേ, അവൻ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപിലിന്റെ റൗണ്ട് കഴിഞ്ഞിട്ട് റാണയുടെ റൗണ്ട് സ്റ്റാർട്ടായപ്പോ ഫസ്റ്റ് റൗണ്ടിലെ കപിലിനെ ബീറ്റ് ചെയ്യാന് റാണക്ക് കഴിഞ്ഞില്ല. ദേഷ്യത്തിലെ റാണയുടെ അടയാളനോട് എന്തോന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിന് കപില് തോക്കെടുത്ത് ഷൂട്ട് ചെയ്തപ്പോ ആ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോവാതെ കപിലിന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചടിക്കുകയാണ്. അങ്ങനെ കപിലിന്റെ കയ്യിലെ മുറിവിനൊക്കെ കെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ നല്ല നീറ്റായിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരുന്നല്ലേ, പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചേ? ഞാനൊരു സാധാ ജോലിക്കാരനല്ലേ, റാണയാണെങ്കിൽ ഒരു രാജകുമാരനെ പോലെ. അവന് തോൽവി സമ്മതിക്കാൻ പറ്റിയില്ല, അതിന് അവൻ പണിഞ്ഞ പണിയാ. ഭാഗ്യത്തിന് ഇതുപോലുള്ള ഷൂട്ടിംഗ് സമയത്ത് റിയൽ ബുള്ളറ്റ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഭാഗ്യം ജീവൻ ബാക്കിയുണ്ട്. ഹീറോയിന്റെയും കപിലിന്റെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ തന്റെ അച്ഛനെ കുറിച്ച് കപിലിനെ ഓർമ്മയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കപില് ഈ ഒരു പാലസിലേക്ക്
വന്നത് മുതലുള്ള അവന്റെ ഓർമ്മകൾ പറയാണ്. അതായത് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കൊട്ടാരത്തിലേക്ക് ഞാനൊരു കളവ് നടത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നേ. എന്നാൽ നിന്റെ അച്ഛൻ എന്നെ കൈയോട് പിടിക്കുകയായിരുന്നു. ഞാൻ കരുതിയിരുന്നത് അങ്ങേരെന്നെ പോലീസിൽ ഏൽപ്പിക്കുന്ന. എന്നാൽ അങ്ങേരെന്നെ പോലീസിൽ ഏൽപ്പിക്കുകയോ എന്നെ ചെറുതായിട്ട് പോലും ഒന്ന് നോവിക്കുകയോ ചെയ്തില്ല. അന്ന് എന്നെ സമാധാനിപ്പിച്ചിട്ട് എനിക്ക് ജീവിതത്തിലെ മറ്റൊരവസരം കൂടി തന്നു. അതുപോലെ നിങ്ങളുടെ പേരിലുള്ള ആ ഒരു ഓർഫനേജില്ലേ, അവിടെയാണ് എന്നെ അങ്ങേര് പഠിപ്പിച്ചത്. നിങ്ങളുടെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ ഇപ്പൊ എവിടെയുള്ളേ? അച്ഛനും രുക്മിണിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മേഡം, നിങ്ങളുടെ അച്ഛന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാനൊരു മാനേജർ മാത്രല്ലേ. അങ്ങനെ അന്ന് രാത്രി മീശ ഉറങ്ങാൻ കിടക്കുമ്പോ അവൾക്ക് ഉറക്കം വരുന്നില്ല. അപ്പോ ആരോ പിയാനോ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ല, ഈ നട്ടപ്പാരാത്രി ആരായിരിക്കും പിയാനോ വായിക്കുന്നേ? ഓൾറെഡി ഒരു പണി കിട്ടിയിട്ട് പോലും പഠിക്കാതെ വീണ്ടും ശബ്ദം കേട്ട ഭാഗത്ത് വന്ന് നോക്കുമ്പോ പിയാനോ മാത്രമായിട്ട് അങ്ങനെ പ്ലേ ആവുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് സിഗരറ്റ് ആരോ കത്തിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോന്റെ അച്ഛനും സിഗരറ്റ് വലിക്കുകയായിരുന്നു. അത് കണ്ട് ഷോക്കായിരിക്കുമ്പോ തൊട്ട് അടുത്ത റൂമിൽ നിന്ന് ചെറുപ്പത്തിൽ ഹീറോയിന് വേണ്ടിയിട്ട് പിയാനോ വായിച്ചൊരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഹീറോയിൻ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് പതിയെ അച്ഛന്റെ അടുത്തേക്ക് പോകുമ്പോ ആ ഒരു വിഷ്വലിൽ അച്ഛൻ പറയുന്നുണ്ട്, വാ മോളെ എന്റെ അടുത്തേക്ക് വാ. ഹീറോയിൻ പോലും അറിയാതെ തന്റെ അച്ഛന്റെ അരികിലേക്ക് പോകുമ്പോ ആ ഒരു സ്ക്രീനിനുള്ളിലൂടെ ഒരു കൈ വന്ന് ഹീറോയിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ഹീറോയിൻ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഹീറോയിൻ ഈ ഒരു കാര്യം നമ്മുടെ പോലീസുകാരായിട്ടുള്ള അശോകില്ലേ അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. ഹീറോയിന് കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളൊരു പോലീസുകാരനല്ലേ, ഇതൊരു കേസായിട്ട് എടുത്തിട്ട് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? എന്നാൽ അശോക് പറയുന്നുണ്ട്, ഇങ്ങനെ പാലസിലേക്ക് വിളിച്ചിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. പിന്നെ നീ അറിയാൻ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഫാമിലി പോലുള്ള വലിയ ഫാമിലിയുള്ള ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് കാണാതെയാവും. പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുറ്റിയടിച്ചിട്ട് അവര് ഫുൾ റിലാക്സ് ആകുമ്പോൾ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ അശോക് അവിടെ നിന്ന് പോവാണ്. ഹീറോയിന് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. അടുത്ത സീനില് രുക്മിണി ഹീറോയിൻ ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിന്റെ അച്ഛനും ഞാനും ഈ ഒരു അമ്പലത്തിലേക്ക് വരാറുണ്ട്. എന്നാൽ ഹീറോയിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസമില്ല. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ, ഇനി അവര് നോക്കിക്കോളൂ, എന്റെ കൂടെ നീ വരുന്നില്ലേ? എന്നാൽ ഹീറോയിൻ മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ രുക്മിണി പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോവാണ്. അവള് പോയി കഴിഞ്ഞപ്പോ ഹീറോയിൻ കാറിൽ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പോൾ ആ ഒരു അമ്പലത്തിലെ ഒരു കുളത്തിന്റെ അരികിലായിട്ട് വിചിത്രമായിട്ടുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. കാണാനൊരു ദുർമന്ത്ര വാദിനെ പോലെ തോന്നുന്നുണ്ട്. ആ സ്ത്രീയുടെ കയ്യിലെ കോഴിയുടെ കാലുകൾ കെട്ടിയിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഭയന്നിട്ട് ഇവരിപ്പോ എന്താ ചെയ്യുന്നെന്ന് പതിയെ പതിയെ അടുത്ത് വരുമ്പോ ആ ഒരു സ്ത്രീ വേഗത്തിൽ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ കൈവച്ചിട്ട് മറ്റൊരു ലോകത്ത് നിന്ന് അദ്ദേഹം നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിന്നോട് എന്തോ പറയാനുണ്ട്, അതെന്താണെന്ന് നീ ഒന്ന് കേൾക്കാൻ ശ്രമിക്കേ. ഹീറോയിന് ബാധ പിടിച്ച പോലെ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രുക്മിണി അങ്ങോട്ടേക്ക് വേഗത്തിൽ വന്നിട്ട് ആ ഒരു സ്ത്രീയെ തട്ടി മാറ്റിയിട്ട് നീ നിന്റെ പാട് നോക്കി പോന്നൊക്കെ പറയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ അവളുടെ വീട്ടിലിരുന്നിട്ട് തന്റെ അച്ഛൻ തന്നോട് എന്തായിരിക്കും പറയാൻ ശ്രമിക്കുന്നുണ്ടാവുക അവളൊരു പേപ്പറിൽ എഴുതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കപിൽ വരുന്നത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കണ്ടിരുന്നു. അവർക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ആരും അറിയാതെ അവരെ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് നിനക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? അടുത്ത സീനില് കപില് ആ ഒരു ദുർമന്ത്രവാദിനെ നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. മന്ത്രവാദിനി ഹീറോനോട് പറയുന്നുണ്ട്, ഉടനെ തന്നെ നിന്റെ അച്ഛൻ നിന്നോട് സംസാരിക്കാൻ പോവാണ്. അതിനു മുൻപ് നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കില്ലേ, അത് വേഗം പോയിട്ട് എടുത്തിട്ട് വാ. അതായത് ഹീറോയിന്റെ ഒരു ഡ്രോയിങ് ബുക്കില്ലേ, അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് ഹീറോയിന്റെ ഫേവറേറ്റ് ബുക്കിനെ കുറിച്ച് നേരത്തെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബുക്ക് ഒരു ഓജോ ബോർഡൊക്കെ പോലെ ആ ഒരു സ്ത്രീ യൂസ് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ വരാൻ പോവാണ്. അങ്ങനെ പതിയെ ആ സ്ത്രീയുടെ ശബ്ദം മാറിയിട്ട് മീശയുടെ അച്ഛന്റെ ശബ്ദം പോലെ ആവാണ്. അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ മോളെ ഒരു നിമിഷം പോലും ഇനി നീ ഇവിടെ ഇരിക്കാൻ പാടില്ല. വേഗം തന്നെ രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോ. എന്നാൽ പെട്ടെന്ന് ആ ഒരു റൂമിലെ ലൈറ്റ് ഇടുകയാണ്. ആരാ നോക്കുമ്പോ നമ്മുടെ രുക്മിണി തന്നെയാണ്. എന്നിട്ട് ദേഷ്യത്തിലെ കപിലിനോട് പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ നിനക്ക് എന്തും ചെയ്യാനായോ? എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിലെ രുക്മിണി നിങ്ങൾ തന്നെയാണെന്ന്. അങ്ങനെ ആ ഒരു സ്ത്രീയെ കപില് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് അവർ പറയുന്നുണ്ട്, മോളെ ഇന്ന് രാത്രി 12 മണിക്ക് നിന്റെ അച്ഛൻ നിന്നോട് സംസാരിക്കാൻ വരും. അത് കേട്ടപ്പോ അന്ന് രാത്രി ഹീറോയിൻ ഒരു മെഴുകുതിരിയായിട്ട് തന്റെ അച്ഛനെ കാത്തിരിക്കുകയാണ്. അവള് ചോദിക്കുന്നുണ്ട്, അച്ഛാ സത്യം പറ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങൾ എവിടെയുള്ളേ? അപ്പോഴാണ് ആ ഒരു കൊട്ടാരത്തിലെ ഒരു വാതിൽ തുറക്കുന്നത്. അതായത് ഹീറോയിന്റെ അച്ഛന്റെ കുറച്ച് പഴയ കാർ കളക്ഷനൊക്കെ ഉള്ള ഒരു ഗാരേജ് പോലത്തെ സ്ഥലമാണത്. അവളുടെ അച്ഛൻ അവളെ വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നാണ്. പതിയെ പതിയെ വീൽ ചെയർ തള്ളിയിട്ട് അവളങ്ങോട്ട് പോകുമ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റാത്ത എന്തോ ശബ്ദം കേൾക്കുകയാണ്.
അവളുടെ ചെവി അവൾ അടച്ചു പിടിച്ച അതേസമയം തന്നെ അവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാവാണ്. അപ്പോഴാണ് ആ ഒരു കാറ് നിർത്തിയിട്ടതില് അവളുടെ അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബെൻസ് കാറ് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹീറോയിന് ചെറുപ്പം മുതലേ അച്ഛൻ വായിച്ചു കൊടുക്കാറുള്ള പിയാനോ സൗണ്ട് കേൾക്കാണ്. കാറിന്റെ കണ്ണാടി ചില്ലിലെ പൊടി തുടച്ചിട്ട് ഉള്ളിൽ നോക്കുമ്പോ അവളുടെ അച്ഛൻ ഇരിക്കുന്ന പോലെ അച്ഛന്റെ കൈകൾ മാത്രമായിട്ട് അവള് കാണുന്നുണ്ട്. അച്ഛന്റെ കയ്യിലായിട്ട് ചെറിയ മുറിവിന്റെ പാടുകളുണ്ട്. അച്ഛന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തിരിച്ചിട്ടുള്ളത്. അച്ഛനെ കണ്ട സന്തോഷത്തില് അവള് അറിയാതെ കരഞ്ഞു പോവാണ്. അങ്ങനെ ആ ഒരു പാലസിലുള്ള എല്ലാ ജോലിക്കാരെയും രുക്മിണി അടക്കം ആ കാറിന്റെ അടുത്തേക്ക് അവള് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഈ ഒരു കാറിലുണ്ട്. അപ്പോൾ രുക്മിണി കപ്പലിനോട് പറയുന്നുണ്ട്, എന്നാൽ നീ ആ കാറൊന്ന് തുറന്നു നോക്ക്. എന്നാൽ ഉള്ളിൽ നോക്കുമ്പോ അവളുടെ അച്ഛനോ ആരും തന്നെയില്ല. ഹീറോയിന്റെ കണ്ണ് നിറഞ്ഞു പോവാണ്. അല്ല, ഇനിയിപ്പോ എന്റെ അച്ഛന് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത്? അച്ഛൻ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണോ? മെന്റലി വല്ലാതെ കൺഫ്യൂസ് ആയിട്ട് അവളോട് തന്നെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ജോലിക്കാർ വന്നിട്ട് ഹീറോനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ ഫോൺ വിളിച്ചിട്ടുണ്ട്. വേഗം തന്നെ ഹീറോൻ അങ്ങോട്ട് പോകുമ്പോൾ രുക്മിണി പറയുന്നുണ്ട്, നിങ്ങളുടെ മകള് വന്നിട്ടുണ്ട്, ഇനി മകളോട് സംസാരിക്കേ. ഹീറോയിൻ ഫോൺ വാങ്ങിയപ്പോ മറുഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, അവസാനം അച്ഛനെ കാണാന് നീ വന്നല്ലോ. എത്ര വർഷം ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നതാ. എന്നാൽ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഈ സമയത്ത് നിന്റെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ മോള് വിഷമിക്കണ്ട, അധികം വൈകാതെ തന്നെ അച്ഛൻ നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കും. എന്നാൽ സംശയത്തിൽ ഹീറോയും ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛന്റെ ശബ്ദം എന്താ വല്ലാതെ മാറിപ്പോയ പോലെ? മറുഭാഗത്തുനിന്ന് പറയുന്നുണ്ട്, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഫോണ് കട്ട് ചെയ്യാണ്. രുക്മിണി ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായില്ലേ? നിന്റെ അച്ഛൻ തന്നെ നിന്നോട് സംസാരിച്ചില്ലേ? എന്നാൽ ഹീറോയിന് അത് വിശ്വാസമായിട്ടില്ല. അച്ഛനെ കണ്ടിട്ട് കുറെ വർഷമായെങ്കിലും സംസാരിച്ചിട്ടില്ലെങ്കിലും അച്ഛന്റെ ശബ്ദം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. ആ ഒരു സങ്കടത്തോടെ ഹീറോ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കപിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോഴും നിങ്ങളുടെ മുഖത്തെന്താ ഒരു സങ്കടം പോലെ? നിങ്ങൾ ആഗ്രഹിച്ച പോലെ അച്ഛൻ ഫോൺ വിളിച്ചില്ലേ? അച്ഛനോട് നിങ്ങൾ സംസാരിക്കുകയും ചെയ്തില്ലേ? ഹീറോയിൻ പറയുന്നുണ്ട്, കപിലെ സത്യം പറയാം, അതെന്റെ അച്ഛനല്ല. ഏത് അർദ്ധരാത്രിയും എന്റെ അച്ഛന്റെ ശബ്ദം കേട്ടാലേ എനിക്ക് മനസ്സിലാവും. നിനക്കൊരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? അങ്ങനെ ഇന്നലെ അച്ഛന്റെ ഫേവറേറ്റ് ഒരു കാറിന്റെ ഉള്ളില് അച്ഛൻ അവള് കണ്ടിരുന്നില്ലേ? അങ്ങോട്ടേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളൊന്ന് ചെക്ക് ചെയ്യാൻ പറയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്തിട്ട് ഇവിടെ അച്ഛൻ ഇരുന്നതിൻ്റെതോ ഒന്നുമില്ലല്ലോ. അങ്ങനെ അവൻ തിരിച്ചു പോകുമ്പോ ഹീറോയിൻ അവിടെ നിന്ന് ഒരടി പോലും അനങ്ങുന്നില്ല. അതായത് ഹീറോയിൻ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അതായത് അവളുടെ അച്ഛന്റെ കോട്ടിന്റെ ഒരു ബട്ടനാണ് ഇത് ഉറപ്പായിട്ടും എന്റെ അച്ഛൻ്റെതാണ്. ഇന്നലെ അച്ഛനെ ഞാൻ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കോട്ടില് ഈ ഒരു ബട്ടൺ ഞാൻ കണ്ടതാ. ഈ ഒരു കൊട്ടാരത്തിൽ വെച്ച് എന്റെ അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും ആ രാക്ഷസി രുക്മിണി തന്നെയായിരിക്കും. ഈ ഒരു കൊട്ടാരത്തിൽ എവിടെയായിട്ട് എന്റെ അച്ഛന്റെ ബോഡി ഉണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ കപിൽ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ രുക്മിണിയെ സംശയിക്കുന്നേ? നിങ്ങളുടെ അച്ഛനെ കൊലപ്പെടുത്തിയാൽ രുക്മിണിക്ക് എന്താ ലാഭം? വേറെന്താ? എന്റെ അച്ഛന്റെ പേരിലെ സ്വത്ത് പിന്നെ ആർക്കാ? അവൾക്കല്ലേ. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. അതിനു പുറമെ എന്റെ അച്ഛന്റെ പ്രസൻസ് പോലെ പലതും ഞാനിവിടെ കണ്ടില്ലേ. അതുപോലും രുക്മിണി എനിക്ക് മെന്റലി ചില പ്രശ്നങ്ങളുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി കളിക്കുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഏത് വിധേനയും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എനിക്ക് ഉറപ്പാണ് ഈ പ്ലാനിലൊക്കെ രുക്മിണിയെ വേറെ ആരോ സഹായിക്കുന്നുണ്ട്. അപ്പൊ കപില്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആ ഒരു റാണിയുടെ പാർട്ടികളെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന രുക്മിണിയുടെ ഫ്രണ്ട്സൊക്കെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് വേണം പോവാന്. അവിടെ വെച്ചാണ് നമുക്ക് വല്ല ക്ലൂവും കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഹീറോയിനും കപിലും കൂടി ആ ഒരു പാർട്ടിക്ക് പോകുമ്പോഴാണ് രുക്മിണിയും റാണിയും സംസാരിക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പൊ കപിലിനോട്, ഈ രുക്മിണി എങ്ങനെയാ റാണിയെ കണ്ടുമുട്ടുന്നത്? അതായത് റാണിയും ഒരു രാജാവ് തന്നെയായിരുന്നു. എന്നാൽ എന്തൊക്കെയോ ബിസിനസ് ചെയ്തിട്ട് അവന്റെ രാജകൊട്ടാരവും എല്ലാ സ്വത്തുക്കളും വിറ്റിട്ട് അവനിപ്പോ ഒരു തകർന്ന രാജാവാണ്. അതിനുശേഷം നിന്റെ അച്ഛന്റെ കൊട്ടാരത്തിന് മേലെ അവനൊരു കണ്ണുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല രുക്മിണി റാണയായിട്ട് എന്താ ബന്ധം? അപ്പൊ കപില്, എനിക്ക് തോന്നുന്നത് രുക്മിണിക്ക് റാണയെ തീരെ ഇഷ്ടമില്ലാന്നാണ്. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ നല്ല നാടകല്ലേ, ജനങ്ങൾ മുഴുവനായിട്ട് അവർ രണ്ടുപേരും ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രുക്മിണി നമ്മുടെ പോലീസുകാരൻ അശോകനോട് സംസാരിക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പോൾ ഇവര് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് രുക്മിണിയും അശോകും പ്രണയത്തിലായിരുന്നു. എന്നാൽ അതിനിടയിലാണ് നിങ്ങളുടെ അച്ഛനുമായിട്ട് രുക്മിണിയുടെ കല്യാണം കഴിയുന്നത്. എന്നാൽ അതിനുശേഷം ഇത്ര നാളായിട്ടും അശോക് വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിന്റെ ഫാമിലി ഡോക്ടർ വരുന്നത്. ആഹാ അടിപൊളി, ഈ ഒരു പാർട്ടിലെ എല്ലാ ആളുകളും ഉണ്ടല്ലോ. എല്ലാവരുടെ മേലെയും ഹീറോയിന് സംശയം സ്റ്റാർട്ടാവാണ്. അപ്പോഴാണ് ഹീറോയിനും കപിലും സംസാരിക്കുന്നത് രുക്മിണി കാണുന്നത്. അപ്പോൾ കപിലിനോട് രുക്മിണി ചോദിക്കുന്നുണ്ട്, ആഹാ നീയും വന്നിട്ടുണ്ട് ഈ പാർട്ടിക്ക്? അതായത് കപിലൊരു ജോലിക്കാരനും രുക്മിണി ഒരു രാജ്ഞിയല്ലേ? അപ്പോൾ കപില് സോറിയും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല കപില് ഇവിടെ ഇരിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ അങ്ങോട്ടേക്ക് റാണ വരികയാണ്. അപ്പൊ തന്നെ റാണക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അത് കണ്ട് ടെൻഷനായിട്ട്
അവനോടൊന്ന് പോകുമ്പോ അവന്റെ പിന്നാലെ രുക്മിണിയും പോവാണ്. അല്ല, ഇവരിപ്പോ എങ്ങോട്ടേക്കും പോകുന്നുണ്ടാവുക? അങ്ങനെ ഹീറോയിനും കപിലും കൂടി അവരുടെ പിന്നാലെ പോയി നോക്കുമ്പോ ഒരു ബാഗ് നിറച്ച് പൈസ വാങ്ങിയിട്ട് റാണ ചോദിക്കുന്നുണ്ട്, അല്ല നീയല്ലേ പറഞ്ഞേ നീ എല്ലാം റെഡി ആയിക്കോളാന്ന്, എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? നിന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. നിനക്ക് ഒരു ദിവസം കൂടി ഞാൻ സമയം തരും. അതിനുള്ളിൽ എല്ലാം റെഡിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ രഹസ്യങ്ങൾ മുഴുവന് ഞാൻ എല്ലാവരുടെ പബ്ലിഷിങ് ചെയ്യും. എന്നിട്ട് ദേഷ്യത്തിൽ ആ ഒരു പണം എടുത്തിട്ട് കാറിലെ ആ ഒരു പാർട്ടിയിൽ നിന്ന് റാണ എങ്ങോട്ടേക്കോ പോവാണ്. ഇവനിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോയിനും കപിലും കൂടി അവനെ പിന്തുടർന്ന് പോകുമ്പോ അവന് ഏതോ ഒരു ഗ്യാങ്ങിന് ആ ഒരു പൈസ കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു പൈസ വാങ്ങിയിട്ട് ആ ഒരു ടീം വീണ്ടും റാണയെ പഞ്ഞു കിട്ടിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ റാണയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. പിന്നെ ഇതുവരെയായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ദേഷ്യത്തിൽ അവൻ പറയുന്നുണ്ട്, ആര്? രാജ്ഞി രുക്മിണിയോ? അവള് വെറും പക്ക ഫ്രോഡാടാ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോനും കപിലും വരുന്നത്. റാണ ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരായിരുന്നോ? അവര് പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, രുക്മിണി നീ തമ്മിൽ എന്ത് പ്ലാനാ ചെയ്തോണ്ടിരിക്കുന്നേ? മര്യാദക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അപ്പൊ റാണ, ആഹാ അങ്ങനെയാണാ, എന്നാ വേഗം തന്നെ വിളിക്കേ, എനിക്കും പോലീസിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ ഞാൻ വരുത്തി വെച്ച തെറ്റ് തന്നെയാ. നിന്റെ അച്ഛനെ വിശ്വസിച്ചിട്ട് അങ്ങേരുടെ കൂടെ ഒരു ബിസിനസ് ചെയ്യാനേ ഞാൻ തുനിഞ്ഞിറങ്ങിയില്ലേ? അങ്ങേരുടെ സമ്മതപ്രകാരം അങ്ങേരുടെ കണ്ണായ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ കെട്ടാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് 5 കോടി റുപ്യ ഞാൻ കടം വാങ്ങിയിട്ടില്ലേ? അവന്മാരാണെങ്കിൽ പിന്തുടർന്ന് എന്നെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക. ഇവൻ എന്താ പറയുന്നതെന്ന് ഹീറോന് മനസ്സിലാവുന്നില്ല. അവള് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയുന്നേ? സത്യം പറ, എന്റെ അച്ഛന് എന്താ സംഭവിച്ചേ? അദ്ദേഹം മരിച്ചില്ലേ? റാണ ചോദിക്കുന്നുണ്ട്, എന്ത്? നിന്റെ അച്ഛൻ മരിച്ചെന്നോ? അങ്ങേര് എന്തോ ബിസിനസ് കാര്യത്തിനായിട്ട് എങ്ങോട്ടേക്കോ പോയതല്ലേ? അങ്ങേരുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ ആ ഹോട്ടലിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതാ. അവസാനം അങ്ങേരുടെ സൈന് വാങ്ങാൻ പോയപ്പോ അങ്ങേര് മറ്റെന്തോ ബിസിനസ് ആവശ്യത്തിന് മറ്റൊരു നാട്ടിലേക്ക് പോയിരിക്കാന്നാ ഞാൻ അറിഞ്ഞേ. അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ അച്ഛന് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ? നീ വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ. എന്തായാലും അച്ഛനില്ലെങ്കിലും നീയില്ലേ, നീയെങ്കിലും എനിക്കൊന്ന് ഒപ്പിട്ട് തരുമോ? കപില ചോദിക്കുന്നുണ്ട്, അതിനല്ലേ രുക്മിണിയല്ലേ, അവൾ ഒപ്പിട്ട് തന്നാ പോരെ? എന്നാലാണ് രുക്മിണിയോ? അവൾ വെറും പക്കാ ഫ്രോഡാണ്. ആ ഒരു സ്വത്തിന്റെ മുഴുവൻ അവകാശി ലീഗലി ഹീറോനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്കൊരു ഒപ്പിട്ട് തരില്ലേ? അപ്പോഴാണ് ഹീറോനും കപിലും ഒരു കാര്യം മനസ്സിലാവുന്നത്, റാണക്ക് തണ്ടും തടിയും മാത്രമേ ഉള്ളൂ, പച്ച പാവാണ്. അപ്പോൾ കപില് ചോദിക്കുന്നുണ്ട്, അല്ല രുക്മിണിയും നീയും തമ്മിൽ കുറച്ചു നേരത്തെ എന്തോ സംസാരിച്ചിട്ട് കുറെ പൈസയും വാങ്ങി വരുന്നുണ്ടല്ലോ. അതെന്താന്ന് വെച്ചാൽ രുക്മിണി ഇപ്പൊ പ്രഗ്നന്റ് ആണ്. എന്നാൽ അതിന്റെ കാരണം നിങ്ങളുടെ അച്ഛനല്ല. അതും പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറച്ച് പൈസ കയ്യിലാക്കിയിട്ട് എന്റെ കട ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് റാണയെ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഇതൊരു ഡെമ്മി പീസാണ്. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോവാണ്. അതേസമയത്ത് കൊട്ടാരത്തില് രുക്മിണി സ്വിമ്മിംഗ് പൂളില് നല്ല സമാധാനത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് അവളുടെ പോലെ തന്നെ മറ്റു രൂപം വന്നിട്ട് ഒരു കത്തിയെടുത്ത് അവളുടെ വയറ്റില് ആഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവള് കുളിക്കുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂൾ മുഴുവനായിട്ട് രക്തത്തിൽ നിറയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് വല്ലാതെ ഭയന്നിട്ട് അവളുടെ റൂമിലേക്ക് അവള് ഓടി പിടിച്ച് പോകുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ റൂമിലായിട്ട് എന്തോ അവൾ മൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു തുണി നീങ്ങുമ്പോൾ അതൊരു പൊട്ടിയ കണ്ണാടിയാണ്. ആ കണ്ണാടിയുടെ നടുവിലായിട്ട് ഒരു കാല് കണ്ടിട്ട് അവള് ഭയന്നു പോവാണ്. അതായത് ഇവള് എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീല് നമ്മൾ കാണുന്നത് കപിലിനെയും മീശയാണ്. അപ്പോൾ മീശയ്ക്ക് വല്ലാതെ തണുക്കാൻ തുടങ്ങിയപ്പോൾ കപില് തന്റെ കോട്ട് അവൾക്ക് പുതച്ചു കൊടുക്കുകയാണ്. ആ ഒരു കോട്ട് കണ്ടപ്പോൾ ഹീറോയിൻ എമോഷണൽ ആയി പോവാണ്. കാരണം അത് അവളുടെ അച്ഛൻ തയ്ച്ചു കൊടുത്ത കോട്ടായിരുന്നു. അങ്ങനെ മീശയുടെയും കപിലിടയിൽ ഒരു റൊമാൻസ് സ്റ്റാർട്ട് ആവുകയാണ്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നല്ല അടി കിട്ടിയിട്ട് പഞ്ചര കിടക്കുന്ന റാണിയില്ലേ, അവൻ കാറിൽ കയറിയിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആരോ അവന്റെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അവനെങ്ങനെയോ കൊതിര് മാറിയിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൻ വീണു പോകുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാള് ഒരു ശവലുമായിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു രൂപം റാണയെ മൃഗീയമായിട്ട് അടിച്ചു കൊന്നുകളയാണ്. അടുത്ത സീനില് രുക്മിണി വല്ലാതെ ഭയന്നിരിക്കല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് ഹീറോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നീ മര്യാദക്ക് പറഞ്ഞോ, നിന്റെ വയറ്റിലുള്ള കുട്ടിയുടെ അവകാശി ആരാ? എന്തായാലും അത് എന്റെ അച്ഛനല്ലാന്ന് നിനക്കും എനിക്കും അറിയാം. അപ്പോൾ ദേഷ്യത്തിൽ രുക്മിണി പറയുന്നുണ്ട്, ഇതൊന്നും നീ അറിയേണ്ട കാര്യമല്ല, മര്യാദക്ക് ഈ ഒരു കൊട്ടാരം വിട്ട് നീ വന്നെടുത്ത് തന്നെ തിരിച്ചു പോയിക്കോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കപില് വരുന്നത്. എന്നിട്ട് രുക്മിണിയോട് റാണ കൊല്ലപ്പെട്ട കാര്യം പറയുമ്പോൾ അവളും ഷോക്കായി പോവാണ്. അതേസമയത്ത് അടുത്ത ദിവസം ഹീറോയുടെ സംശയമുണ്ട്. അതായത് ഇനിയിപ്പോ രുക്മിണിയുടെ വയറ്റിലെ കുട്ടിയുടെ കാരണം അവളുടെ ലവറായിട്ടുള്ള പോലീസുകാരൻ അശോക് ആയിരിക്കോ? അതുകൊണ്ടായിരിക്കോ എന്റെ അച്ഛനെ കാണുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് അങ്ങേരാന്ന് എടുക്കാതിരുന്നേ. ഇതെല്ലാം ഇനി തെളിയിക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് കണ്ടെത്തിയേ മതിയാവോ. എന്താ ചെയ്യാ? ഇനിയിപ്പോ എവിടുന്ന തുടങ്ങുക? അപ്പോഴാണ് ഹീറോയിന്റെ അച്ഛന്റെ ഫേവറേറ്റ് ഡോഗിനെ അവള് കാണുന്നത്. അതായത് അതിന് ഭക്ഷണം കൊടുത്തിട്ട് അത് വാശി പിടിച്ച് കഴിക്കുന്നില്ല.
അപ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ആദ്യം ഹീറോയിന് കൊട്ടാരത്തിലേക്ക് വന്നപ്പോ രുക്മിണി ഈ ഒരു ഡോഗിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അതായത് ആ ഒരു ഡോഗിന് നിന്റെ അച്ഛന് ജീവനാണ്, അച്ഛന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് പോലും അത് കയറാറില്ലാന്ന്. അപ്പോൾ ഹീറോയിൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ ഒരു കാറിൽ നിന്ന് അച്ഛന്റെ കോട്ടിന്റെ ബട്ടൺ കിട്ടിയിരുന്നില്ലേ, അത് നമ്മുടെ കമാൻഡറിന് സ്മെല്ല് ചെയ്യിപ്പിക്കുകയാണ്. ഉടനെ തന്നെ കമാൻഡർ വല്ലാതെ കുരച്ചിട്ട് അത് എങ്ങോട്ടോ പോകാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ അതിന്റെ കെട്ടഴിച്ചുവിടാൻ പറയാണ്. അത് നേരെ പോകുന്നത് ആ ഒരു കൊട്ടാരത്തിനുള്ളിലേക്കാണ്. അങ്ങനെ നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് ഹീറോയിന് ആ ഒരു കോട്ടിന്റെ ബട്ടൺ കിട്ടിയ കാറിലെ അതിനുള്ളിലേക്കാണ്. അവിടെയും സ്മെല്ല് ചെയ്തിട്ട് അത് വീണ്ടും കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അപ്പോൾ അതെങ്ങോട്ടാ പോകുന്നത് ഹീറോയിന് ഫോളോ ചെയ്ത് പോകുമ്പോൾ അവസാനം ആ ഒരു കൊട്ടാരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു കുളമില്ലേ, ആ ഒരു കുളത്തിന്റെ നേരെ നോക്കിയിട്ട് നമ്മുടെ കമാൻഡർ വല്ലാതെ കുരയ്ക്കുകയാണ്. വേഗം തന്നെ ഡ്രൈവർ വിളിച്ചിട്ട് ഈ ഒരു കുളത്തിനുള്ളില് എന്തോ ഉണ്ട്, അതെനിക്ക് വേഗം തന്നെ കാണണം. അങ്ങേര് പറയുന്നുണ്ട് മോളെ അതിന് കുളം മൂടിയിട്ട് കുറെ വർഷമായല്ലോ. അപ്പൊ ഹീറോയിൻ ഇനി എന്തായാലും ഈ കുളത്തിൽ എന്താണുള്ളത് എനിക്കത് കണ്ടേ മതിയാവോ, എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി തേടിത്തരുമോ? അങ്ങനെ ഡ്രൈവറും കുളത്തിൽ ഇറങ്ങി തേടുന്നുണ്ട്. അതേസമയത്ത് ഹീറോയിൻ കപ്പലിനെ വിളിക്കുകയാണ്. കപ്പല് രുക്മിണിയെ കൂട്ടിയിട്ട് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട റാണിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹീറോയിന് ഫോൺ എടുത്തിട്ട് അവൻ ചെവിയിൽ വെക്കുന്നുണ്ട്. അവനോട് ഹീറോയിൻ പറയുന്നുണ്ട് അധികം വൈകാതെ തന്നെ എന്റെ അച്ഛന്റെ ബോഡി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്, അതുകൊണ്ട് വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് വാ. എന്നാൽ കുളത്തിന്റെ അടിയിൽ മുഴുവനായിട്ട് തേടി നോക്കിയിട്ട് ഡ്രൈവർ പറയുന്നുണ്ട് ഇതിന്റെ അടിയിൽ ഒന്നുമില്ല. ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നോക്കുവോ? അങ്ങനെ വീണ്ടും കുളത്തിന്റെ അടിയിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു പാറയിലായിട്ട് ഒരു ചങ്ങല കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഒരു ചങ്ങല അഴിച്ച അതേ സമയത്ത് തന്നെ ഒരു കവറിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ബോഡി മുകളിലേക്ക് പൊന്തി വരികയാണ്. അത് ഹീറോയിൻ പ്രതീക്ഷ പോലെ തന്നെ അവളുടെ അച്ഛന്റെ ബോഡിയാണ്. അത് കണ്ടിട്ട് അവള് ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ തലയുടെ പിന്നിലടിക്കുകയാണ്. എന്താണ് ഹീറോയിന് സംഭവിച്ചെന്നറിയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബോധം വന്ന് നോക്കുമ്പോൾ അവളൊരു കാറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഒരു കാറിന് മുൻപിലായിട്ട് അവളുടെ ഡ്രൈവറെയും അടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ട്. ഹീറോയിന് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല എന്നെ ആരാ അടിച്ചേ? ഹീറോയിൻ പതിയെ തിരിയുമ്പോൾ വേറെ ലെവല് ട്വിസ്റ്റ് റിവീൽ ആവാണ്. അത് വേറെ ആരുമല്ല, കപില് തന്നെയാണ്. ഇപ്പോഴാണ് കപില് തുടക്കം മുതലേ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അത് ഓരോന്നായിട്ട് നമ്മൾ കാണുന്നത്. ആദ്യം തന്നെ ഹീറോയിൻ കയ്യിലൊരു റാന്തൽ വിളക്കുമായിട്ട് ഹീറോയിന്റെ അച്ഛനെ പോലെ ഒരു രൂപത്തെ അവളെ കണ്ടിരുന്നില്ലേ, അത് വേറെ ആരുമല്ല കപില് തന്നെയായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ ഉള്ളില് അവളുടെ അച്ഛന്റെ കോട്ടിട്ടിരുന്നതും അതും കപില് തന്നെയാണ്. അതുപോലെ അമ്പലത്തിൽ വെച്ചിട്ടൊരു ദുർമന്ത്രവാദിനെ കണ്ടിരുന്നില്ലേ, അതുപോലും കപില് സെറ്റ് ചെയ്ത ഒരു ലേഡിയായിരുന്നു. അതായത് കൂടെ നിന്നിട്ട് കുതുകാല് വെട്ടിയത് അത് കപില് തന്നെയാണ്. എന്നിട്ട് ഹീറോയിനെയും ഡ്രൈവറെയും ആ ഒരു കാറോട് കൂടി തന്നെ ഒരു ക്വാറിയിലേക്ക് അവൻ തള്ളിവിടുകയാണ്. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ആ ഒരു കാറിന്റെ കണ്ണാടി തകർക്കാനൊക്കെ ഹീറോയിൻ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. പതിയെ പതിയെ അവളുടെ ബോധം മങ്ങാണ്. അടുത്ത സീനിലെ കപില് രുക്മിണി വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. അതായത് ഇതുവരെ നടന്നത് മുഴുവൻ രുക്മിണി കപിലിനെ വെച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു. അടുത്ത സീനിലാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് രുക്മിണിയായിട്ട് റിലേഷൻ ഉണ്ടായത് അത് കപില് തന്നെയാണ്. രുക്മിണിയുടെ കുട്ടിയുടെ അവകാശിയും കപില് തന്നെയാണ്. അങ്ങനെ ഒരിക്കലാണ് കപിലിന്റെയും രുക്മിണിയുടെയും റിലേഷൻ മീശയുടെ അച്ഛൻ കാണുന്നത്. അതിൽ ദേഷ്യം വന്ന രാജാവ് അന്ന് കപിലിനെ മർദ്ദിക്കുമ്പോൾ അതിനിടയിലാണ് കപില് ദേഷ്യത്തിലെ രാജാവിനെ തള്ളിവിട്ടതും ആ ഒരു കണ്ണാടി തകർന്നു പോന്നതും. അങ്ങനെ താഴവണ രാജാവിനെ കപില് തന്നെയാണ് മൃഗീയമായിട്ട് അടിച്ചടിച്ച് കൊന്നുകളഞ്ഞത്. ഇതൊരു രാജകൊട്ടാരമായതുകൊണ്ട് തന്നെ ബോഡി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കാരണം ആരെങ്കിലും കണ്ടാലോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ കുളത്തിന്റെ അടിയിലായിട്ട് രത്തൻ സിംഗിന്റെ ബോഡി അവര് ഒളിപ്പിച്ചു വെച്ചത്. എന്നാൽ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ രുക്മിണി വല്ലാതെ ഹോണ്ടിയാണ്. അവള് കുറേയധികം മരുന്നെടുത്ത് കഴിക്കുമ്പോൾ കപില് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നേ? ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്തേ? ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? നമ്മുടെ കുട്ടീന് പുറത്തു വന്നാലേ എല്ലാ സൗഭാഗ്യം അവന് കൊടുക്കാലോ. ഇനി ആകെ ചെയ്യേണ്ടത് അശോകില്ലേ പോലീസുകാരൻ, അവനെ ഒന്ന് വിശ്വസിപ്പിച്ചാൽ മതി. പിന്നെ ഈ ഒരു സ്വത്ത്, ഈ ഒരു സ്ഥലം, ഇത് മുഴുവനായിട്ട് നമുക്ക് രണ്ടുപേർക്കും മാത്രം സ്വന്തമല്ലേ. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ പോലീസുകാരൻ അശോകിനെ വിളിച്ചിട്ട് ഹീറോയിൻ മീശയെ കാണാനില്ല എന്നുള്ള കാര്യം അവർ തന്നെ പറയാണ്. അതായത് നേരത്തെ പോലീസ് കണ്ടുപിടിച്ചാല് പിന്നെ ഇവരുടെ മേലെ ആയിരിക്കില്ലേ ആദ്യം സംശയം വരിക. അവര് പറയുന്നുണ്ട് കുറച്ചു നാളായിട്ട് ഹീറോയിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. വല്ലാതെ മെന്റലി ഡിസ്റ്റർബ് ആയിരുന്നു അവള്. കഴിഞ്ഞ ദിവസമാണ് അവൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാൽ മതിയാന്ന് പറഞ്ഞ് പോയത്. ഞങ്ങൾ കുറെ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയതാ, പക്ഷെ കഴിഞ്ഞില്ല. എന്നാൽ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോയ ഡ്രൈവർ കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാതായപ്പോഴാണ് നമുക്ക് സംശയം സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ പോലീസുകാരൻ അശോക് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയതാ, പക്ഷേ അവള് ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് പോയിട്ടില്ല. അശോക് ചോദിക്കുന്നുണ്ട് അല്ല അവള് എത്ര മണിക്കാ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക? അറിയാതെ പെട്ടെന്ന് രുക്മിണി പറയുന്നുണ്ട് ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഷോക്കായിട്ട് കപില് നോക്കുമ്പോൾ നമ്മുടെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല നമ്മളുടെ നാട്ടിൽ നിന്നുള്ള അവസാന ട്രെയിന് 11:30 മണിക്കല്ലേ? ഇവിടുന്ന് എങ്ങനെ യാത്ര ചെയ്താലും അരമണിക്കൂർ കൊണ്ട് സ്റ്റേഷനിൽ എത്താൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കപില് പറയുന്നുണ്ട് അല്ല നിങ്ങൾക്കറിയാലോ മേഡം വല്ലാതെ ടെൻഷനിലാന്ന്. ഇന്നലെ ഞാനായിരുന്നു അവരുടെ ലഗേജ് എടുത്തിട്ട്
വണ്ടിയിൽ കയറ്റി വിട്ടത്. എനിക്ക് ഉറപ്പാണ് രാത്രി ഒരു 9-9:30 അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അശോകിന് സംശയം സ്റ്റാർട്ടായിട്ടുണ്ട്. കപിലിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് കുറച്ചേരം പുറത്തു വെക്ക്, മേഡത്തിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നിട്ട് രുക്മിണിയോട് നിനക്കിനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മടിക്കാതെ എന്നോട് പറഞ്ഞോ. എന്നാൽ രുക്മിണി, അല്ല അശോക്, ഞാൻ ശരിക്കും വല്ലാതെ ഭയന്നിരിക്കുക, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. അപ്പോൾ അശോക്, അങ്ങനെയാണെങ്കിലേ നീ ഒന്ന് റെസ്റ്റ് എടുക്ക്, ശരീരം നോക്കിക്കോന്നും പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് ആ ഒരു കോറിൽ നിന്ന് ആ ഒരു കാറ് കണ്ടെത്താണ്. അപ്പോഴാണ് മറ്റൊരു വേറെ ലെവൽ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് കാറിന്റെ ഉള്ളില് ഡ്രൈവറിന്റെ ബോഡി ഉണ്ട്, എന്നാൽ ഹീറോയിന്റെ ബോഡി കാണാനില്ല. അത് കണ്ടിട്ട് കപിൽ വല്ലാതെ ഷോക്കായി പോണ്. ഉടനെ തന്നെ രുക്മിണി വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോ രുക്മിണിയുടെ നെഞ്ചി പിടച്ചു പോകുന്നുണ്ട്. ഓൾറെഡി പാലസിലാണെങ്കിൽ കറണ്ട് ഇല്ല, അത് മാത്രമല്ല പാലസിലെ എല്ലാ ജോലിക്കാരെയും ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആ ഒരു പാലസിനുള്ളിൽ ഇപ്പോ രുക്മിണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളിലിരിക്കാൻ ഭയമായിട്ട് പുറത്തു വന്നിരിക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് ആരോ വന്ന് നിൽക്കാണ്. പെട്ടെന്ന് അവള് ഞെട്ടി നോക്കുമ്പോൾ അത് നമ്മുടെ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, മീശ പോയ ആ ഒരു കാറിൽ നിന്ന് അവളുടെ ബോഡി കണ്ടുകിട്ടിട്ടില്ല. ഇതുവരെയായിട്ടും നമ്മൾ കണ്ട ട്വിസ്റ്റുകളില്ലേ, അതൊന്നുമല്ല ട്വിസ്റ്റ്, ഇനിയാണ് വേറെ ട്വിസ്റ്റ് റിവീൽ ആകാൻ പോകുന്നത്. നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ കാണാതെന്ന് പറഞ്ഞ മീശ മരണപ്പെട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് തരിച്ചുപോയ രുക്മിണി ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടർ, നിങ്ങൾ എന്താ പറയുന്നത്? ഒരാഴ്ച മുമ്പ് മീശ മരിച്ചു എന്നോ? അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഈ ഒരു കൊട്ടാരത്തിലുണ്ടായിരുന്നത് അതാരാണെന്ന് ചോദിച്ചിട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കൊട്ടാരത്തിന്റെ വാതിൽക്കലായിട്ട് ഒരു വീൽ ചെയറില് നമ്മുടെ മീശ വന്നിരിക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവിടെ ആരെയും കാണാനില്ല. അത് കണ്ടിട്ട് ഡോക്ടറും രുക്മിണിയും വല്ലാതെ ഭയന്നിട്ട് ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കിയിട്ട് അവൾ ഇരിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ കുറെ ട്വിസ്റ്റ് കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചു നേരത്തെ നമ്മൾ എന്താ കരുതിയിരുന്നത്, ഓൾറെഡി മരിച്ചു പോയിട്ടുള്ള മീശ അവള് പ്രേതമായിട്ട് വന്നതാണെന്നല്ലേ. എന്നാൽ അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് കോറിയിലേക്ക് കപില് കാറ് തള്ളിവിട്ടിരുന്നില്ലേ, ആ ഒരു കാറിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് വരികയാണ്. അതായത് കാല് തളർന്നുപോയ നമ്മുടെ ഹീറോയിൻ മാസായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ല, ഇതിപ്പോ എന്താ സംഭവിക്കുന്നേ, ഇവളെങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ? അതിന്റെ പിന്നിലെ ട്വിസ്റ്റ് നമ്മൾ കാണാൻ പോവാണ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മീശയല്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മീശയുടെ ചെറുപ്പത്തിലെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോഴാണ് മീശയുടെ കൂട്ടുകാരി ഒരു ഫാത്തിമയെ നമ്മൾ കാണുന്നത്. മീശയുടെ അച്ഛൻ രത്തൻ രാജാവില്ലേ, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അതായത് അനാഥയായ ഫാത്തിമയെ ദത്തെടുത്ത് അവളെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി മാറ്റിയത് നമ്മുടെ രാജാവ് തന്നെയാണ്. അങ്ങനെ ഡോക്ടറായിട്ട് സിറ്റിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അവളുടെ അടുത്തേക്കൊരു പേഷ്യന്റ് വരുന്നത്. അത് വേറെ ആരുമല്ല, ഫാത്തിമയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന മീശ തന്നെയായിരുന്നു. അവളുടെ മാനസികാവസ്ഥ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അതായത് അവളുടെ അച്ഛന്റെ രണ്ടാമത്തെ കല്യാണം, അമ്മയുടെ മരണം, അതിനുശേഷം ആക്സിഡന്റില് അവളുടെ കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയത്, അങ്ങനെ വല്ലാതെ തകർന്നുപോയ മീശയെ നമ്മുടെ ഫാത്തിമ ഏറ്റെടുക്കുകയായിരുന്നു. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തനിക്കൊരു നല്ല ജീവിതം സമ്മാനിച്ച അവളുടെ അച്ഛനോടുള്ള നന്ദി കാണിക്കാനായിട്ടും മീശയെ അന്നു മുതൽ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഫാത്തിമ കെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാണ് രക്തരാജാവിൽ നിന്ന് കുറേയധികം കത്തുകൾ മീശയ്ക്ക് വരാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ കുറ്റബോധം കാരണം, മോളെ നിന്നെ കാണാന് വല്ലാതെ അച്ഛൻ ആഗ്രഹമുണ്ട്, എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഒന്നും വന്ന് കാണുമോ? അങ്ങനെ പതിയെ പതിയെ അവളുടെ അച്ഛന് മേലുള്ള ദേഷ്യം അവൾക്ക് കുറയാൻ തുടങ്ങി. അവളുടെ മനസ്സിലെ ടെൻഷൻസ് പതിയെ പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് രുക്മിണിയും കപിലും ചേർന്നിട്ട് രത്തൻ രാജാവിനെ ആ ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ട് കൊന്നു കളയുന്നത്. എന്നാൽ കുറച്ചു നാളിന് ശേഷം അച്ഛന്റെ ലെറ്റർ വരാതായപ്പോ മീശ ഓൾറെഡി വല്ലാതെ മെന്റലി ഡിസ്റ്റർബ് ആയതായിരുന്നില്ലേ. അവള് കൊട്ടാരത്തിലേക്ക് കുറെ പ്രാവശ്യം ഫോൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്നാൽ ആരും തന്നെ എടുത്തില്ല. അവസാനം തന്റെ അച്ഛനെ തിരിച്ചിടുന്ന് കരുതിയ മീശയ്ക്ക് ഇനി ഒരിക്കലും അച്ഛനെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ അവളൊരു തെറ്റായ തീരുമാനം എടുത്തതാണ്. അവള് കാറിൽ കയറിയിട്ട് ആ കാറോടുകൂടി തന്നെ ഒരു വെള്ളത്തിലേക്ക് വീഴാണ്. അങ്ങനെ മീശ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു സീനാണ് കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്റെ കൂട്ടുകാരി എന്തിനാ ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് ആ ഒരു പാലസില് മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവളുടെ കൂട്ടുകാരിയുടെയും ആ ഒരു പാലസിലെയും രഹസ്യം തേടിയിട്ടാണ് ഫാത്തിമ മീശയായിട്ട് ആ കൊട്ടാരത്തിലേക്ക് വരുന്നത്. അതിനുശേഷം സംഭവിച്ചാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടറിന് നേരത്തെ അറിയായിരുന്നു. ഓൾറെഡി നമ്മുടെ രക്തരാജാവിന്റെ മരണത്തിന് പിന്നിലെ ഡോക്ടറിന് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിമയെ ഡോക്ടർ സഹായിച്ചതാണ്. ആ ഒരു രഹസ്യം കണ്ടുപിടിക്കാനാണ് മീശയായിട്ട് ഇതുവരെ ഫാത്തിമ അഭിനയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ ഡോക്ടറിനെ പിന്നിൽ നിന്ന് അടിക്കുന്നത്. അത് വേറെ ആരുമല്ല, കപില് തന്നെയാണ്. ഇതുവരെ ഇവർ പറഞ്ഞത് മുഴുവൻ അവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് ഫാത്തിമ കൊല്ലനായിട്ട് ഒരു ആയുധം എടുത്ത് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ രുക്മിണി കപിലിനെ തടുക്കാണ്. അവള് പറയുന്നുണ്ട്, എല്ലാം അവസാനിപ്പിക്കാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്നാൽ കപില് പറയുന്നുണ്ട്, എങ്ങോട്ട് പോവാന്, ഈ ഒരു കൊട്ടാരം അത് നമുക്ക് സ്വന്തമാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെയാ, കുറച്ചു നേരത്തേക്ക് നീ ഒന്നും മിണ്ടാതിരിക്കുവോ? എന്നിട്ട് രുക്മിണിയെ തള്ളി താഴെയിട്ടെ നമ്മുടെ ഹീറോയിന്റെ പിന്നാലെ അവൻ വരുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഭയന്നിട്ടൊരു തൂണിന് പിന്നിൽ ഒളിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പതിയെ പതിയെ അവൻ അടുത്തോണ്ടിരിക്കുമ്പോൾ
പെട്ടെന്നൊരു ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോൾ രുക്മിണി ഒരു ഗണ്ണുമായിട്ട് അവനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അവന്റെ കാതിൽ മാത്രമേ തട്ടിയിട്ടുള്ളൂ. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല രുക്മിണി, നിനക്കെന്താ വല്ല ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? നീ എന്താ ചെയ്യുന്നേ? അവള് പറയുന്നുണ്ട്, എത്ര വലിയ തെറ്റാ ഞാൻ ചെയ്തതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നേ. അതിനിടയില് കപിലും രുക്മിണിയായിട്ടുള്ള ഒന്നും തള്ളിനിടയിലെ ആ ഒരു ഗണ്ണ് ഫയർ ആവാണ്. സ്പോട്ടിൽ തന്നെ രുക്മിണി മരണപ്പെട്ടു പോകുന്നുണ്ട്. കപിലാണെങ്കിൽ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ഹീറോയിനെ തേടുമ്പോ ഹീറോയിൻ അതിനുള്ളില് നമ്മുടെ മീശയുടെ അച്ഛന്റെ കാറിലെ ആ ഒരു സ്ഥലത്ത് പോയിട്ടൊരു ഗണ്ണും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങോട്ട് വന്ന കപില് പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, കയ്യില് വലിയ ഗണ്ണൊക്കെ കിട്ടിയല്ലേ. പിന്നെ നിനക്കൊരു കാര്യം അറിയോ, നീയും ഞാനും ഒക്കെ ഒരേപോലെ തന്നെയാ ഈ ഒരു പണക്കാരുടെ ഔദാര്യത്തിൽ പഠിച്ചു വന്നതല്ലേ. ഇനിയിപ്പോ ഇവരൊക്കെ എത്ര ഔദാര്യം ചെയ്താലും ഒരിക്കലും നമുക്ക് ഇവരുടെ തുല്യത്തിലാവാൻ പറ്റില്ല. അതിന് ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് 20 വയസ്സുള്ള ഒരു പയ്യനെ കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജാവിന്റെ കോട്ട് കണ്ടിട്ട് ഇഷ്ടം തോന്നിയപ്പോൾ ഇതിനിപ്പോ നമ്മളിട്ടാൽ എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടി ഒന്നത് ട്രൈ ചെയ്ത് നോക്കാൻ ഇട്ട് നോക്കിയപ്പോ ആ രാജാവ് എന്താ ചെയ്തെന്നറിയോ? എല്ലാ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു പയ്യനെ നഗ്നനാക്കിയിട്ട് രാജാക്കന്മാരുടെ തുണി മാത്രമല്ല അവരുടെ തുണിയിലെ ഒരു നൂല് പോലും നിനക്കൊന്നും തൊട്ടു നോക്കാൻ പോലും അർഹതയില്ല. അപ്പോഴാണ് ആ ഒരു പയ്യന് മനസ്സിലാവുന്നത് ഇനിയിപ്പോ എന്തൊക്കെ പഠിച്ച് എത്ര കഷ്ടപ്പെട്ട് ഉന്നതിയിലെത്തിയാലും ഈ ഒരു രാജാവിന്റെ സ്ഥാനത്തെത്താൻ പറ്റില്ലെന്ന്. എന്നാൽ എത്തണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചതാ. അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ പ്ലാനായിരുന്നതൊക്കെ. അതിനിടയിൽ നീ എന്തിനാടി ഇങ്ങോട്ട് വന്നു തുളച്ചേ? എന്നിട്ട് വേഗം തന്നെ ഹീറോന്റെ കയ്യിലെ ഗണ്ണ് പിടിച്ചു വലിച്ചിട്ട് ചത്തു പോയിക്കൂടി എന്ന് പറഞ്ഞ് ഹീറോനെ ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത ഫൈനൽ ട്വിസ്റ്റ് റിവീൽ ആവാണ്. അതായത് ഗണ്ണ് ഷൂട്ടായപ്പോ തന്നെ കപിലിന്റെ കഴുത്തില് ബുള്ളറ്റ് കയറാണ്. അതായത് ഒരിക്കൽ കപില് ഷൂട്ട് ചെയ്തപ്പോ കപിലിന്റെ കൈ മുറിഞ്ഞിരുന്നില്ലേ? അന്നാവും പറഞ്ഞത് ഫേക്ക് ബുള്ളറ്റ് ആയതുകൊണ്ട് ജീവൻ ആപത്ത് പറ്റില്ല എന്നല്ലേ. എന്നാൽ അതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഹീറോയിൻ അവളുടെ അച്ഛന്റെ ആ ഒരു കോട്ടിന്റെ ബട്ടണില്ലേ അത് ഗണ്ണിൽ സെറ്റ് ചെയ്ത് വെച്ചപ്പോ ഗണ്ണ് ബാക്ക് ഫയർ ആയിട്ട് കപിലിന്റെ കഴുത്തിൽ ബുള്ളറ്റ് ഇറങ്ങിയതാണ്. അങ്ങനെ അവസാനം കപില് ചത്തു മലച്ചിട്ടുണ്ട്. പോലീസിനെ ഹീറോയിനെ വിളിച്ച് അറിയിക്കുകയാണ് ആ ഒരു കൊട്ടാരത്തിൽ നടന്ന എല്ലാ ചതിയുടെയും കൊലപാതകത്തിനും പിന്നിലെ രഹസ്യങ്ങള് ഹീറോയിൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ആ ഒരു കൊട്ടാരം തന്നെ നമ്മുടെ രത്തൻ രാജാവിന്റെയും അവരുടെ മകള് ഫാത്തിമയുടെയും പേരിലൊരു ട്രസ്റ്റ് ആയിട്ട് മാറ്റാണ്. അവിടെ വെച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങുകയാണ്. അതേ സമയത്ത് ഫാത്തിമയെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിച്ച രത്തൻ രാജാവിന്റെ ഒരു മെമ്മോറിയൽ ഉണ്ട്. അതിന് മുൻപിലായിട്ട് കുറച്ച് പൂക്കളുമായിട്ട് അവൾ വന്ന് നിൽക്കുമ്പോൾ അവളുടെ അരികിലായിട്ട് നമ്മുടെ രത്തൻ രാജാവിന്റെ കമാൻഡർ ഡോഗോ വന്ന് നിൽക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കഥ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ചധികം ട്വിസ്റ്റുകളുള്ള അടിപൊളി ഒരു കഥയായിരുന്നില്ലേ? ഈ ഒരു കഥ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് സജസ്റ്റ് ചെയ്തത്. കഥ കണ്ടു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലെ അടിപൊളി കഥകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്താലേ ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ കൂട്ടുകാരിലേക്കൊന്ന് പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു വേറെ ലെവല് അടിപൊളി കഥയായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം.